എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് എൻ്റെ വണ്ടി ഞാൻ ഇവിടുത്തെ സർവീസ് സെൻ്ററല്ല, വണ്ടി ഞാൻ ഷോറൂമിൽ നിന്ന് എടുത്തത് മുതൽ ഉള്ള അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണെങ്കിൽ വണ്ടി ഞാൻ എടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് സർവീസിന് മുമ്പായിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ആദ്യം ഞാൻ അവിടെ ഇപ്പോൾ ഞാൻ ഒരു 7 മാസത്തോളം ആയി കാണും ഈ വണ്ടി എടുത്തിട്ട്. ആദ്യം ഞാൻ ഈ വണ്ടി എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് വെച്ചാൽ, ഇതിനകത്ത് അവർ പ്ലാസ്റ്റിക് ഇപ്പോൾ വണ്ടി വരുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക്കിലൊക്കെ കവർ ചെയ്തും അത് ഇതൊക്കെയാണ് വരുന്നത്. അൺകവർ ചെയ്തപ്പോഴത്തേക്കും ഇതിനകത്തുള്ള പ്ലാസ്റ്റിക് ഒന്നും അവർ നേരെ എടുത്ത് കളഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ആദ്യത്തെ ദിവസം ഷോറൂമിൽ നിന്ന് വീട്ടിൽ കൊണ്ട് വെച്ചപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു പുക അനുഭവപ്പെട്ടു. അത് എനിക്ക് ചെയിനും ഇരുന്നൊരു പ്ലാസ്റ്റിക്കായിട്ടുള്ള കൂട്ടി ഉരഞ്ഞുള്ള ഒരു പുകയായിരുന്നാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ആദ്യത്തെ 2 ദിവസം ഞാൻ നോക്കിയില്ല. പിന്നെ രാത്രി ഒരു ദിവസം ഞാൻ ഈ ഗിയറിൻ്റെ വണ്ടി ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഞാൻ പുറത്തിറക്കിയപ്പോഴത്തേക്കും അന്ന് നല്ല രാത്രിയല്ലായിരുന്നു. അപ്പോൾ നന്നായിട്ട് ആ പുക അനുഭവപ്പെട്ട്. സോ അത് എന്താണെന്ന് റീസൺ എന്ന് വെച്ച് പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ചെയിനും പ്ലാസ്റ്റിക്. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടേക്കാം. ഈ ചെയിനും ആ പ്ലാസ്റ്റിക്കും കൂടെ കൂട്ടി ഉരഞ്ഞ് അവിടെ വലിയൊരു പുകയാവുന്നതായിരുന്നു. സോ അത് വലിയ സീനൊന്നും ആവാത്തത് ഭാഗ്യം. സോ അത് ഞാൻ പിറ്റേന്ന് തന്നെ ഷോറൂമിൽ കൊണ്ടുപോയി ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഈ റൈഡർ സീറ്റിൻ്റെ അടിയിലിരിക്കുന്ന ഒരു ബുഷ് ഉണ്ടായിരുന്നു. ആ ബുഷ് ഇളവി വീണായിരുന്നു. ഇളവി എൻ്റെ ആ ചെയിൻ്റെ പോർഷൻ്റെ അവിടെ വീണ് കിടന്നു. സോ അതേപോലെ തന്നെ എനിക്ക് വേറെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ സർവീസ് എൻ്റെ ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ സൈഡിലെ ബോൾട്ട് ഇളവിയ കാര്യം. അതിൽ എൻ്റെ കയ്യിൽ നിന്ന് പൈസയും പിടിച്ചായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഇതേപോലെയാണ് എൻ്റെ സീറ്റ് കവറിൻ്റെ ബുഷ് ഇളവി ഒരു തവണ ഇങ്ങനെ വീണായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിനകത്തിട്ടേക്കാം. സോ അതാണ് എനിക്ക് വണ്ടി എടുക്കും മുമ്പ്, വണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ട് വന്ന സമയത്ത് എനിക്കുണ്ടായ അനുഭവം അതാണ്. ആദ്യം തന്നെ ഒരു നല്ല രീതിയിൽ അൺകവറൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ആ പ്ലാസ്റ്റിക്കും ചെയിനും തമ്മിൽ കൂട്ടിമുട്ടിയുള്ള ഒരു പുകയും പിന്നെ റൈഡർ സീറ്റിൻ്റെ ബുഷ് ഇളവി കിടന്നായിരുന്നു. സോ വേറെ എന്തെങ്കിലും പോർഷൻ ഇളവി പോയിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ബട്ട് എന്തായാലും അത് ഭാഗ്യത്തിന് പോയിട്ടില്ല. അത് അവിടെ തന്നെ ഒരിടത്ത് കിടന്നു. സോ അതുകൊണ്ട് അത് അവർ ഫിറ്റും ചെയ്ത് തന്നെ അവിടെ വെച്ച് തന്നെ. പിന്നെ ഫസ്റ്റ് സർവീസിൻ്റെ കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ വണ്ടി ആദ്യം കൊടുത്തിട്ടാണ് പോയത്. ഒരു രാവിലെ 9 മണിക്കങ്ങാണ്ട് കൊടുത്തിട്ട് വൈകുന്നേരമാണ് ഞാൻ ചെന്ന് വാങ്ങിച്ചത്. അന്നേരം അവർ കുറച്ച് ലേറ്റായിട്ടാണ് ചെയ്ത് തന്നത്. സോ ഞാൻ വണ്ടി ഫസ്റ്റ് സർവീസ് അറിയാമല്ലോ, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ വണ്ടി എടുത്തതിന് ശേഷം ഫസ്റ്റ് സർവീസ് എനിക്ക് കൊടുക്കേണ്ടി വന്നു. കാരണം 600 കിലോമീറ്റർ ഒരാഴ്ച കൊണ്ട് ഞാൻ ഓടിച്ച് കൊടുത്തായിരുന്നു. പിന്നെ അവിടെ പറ്റിയ സീൻ എന്തെന്ന് വെച്ചാൽ, ഞാൻ വണ്ടി എടുക്കുന്ന നേരത്ത് ഒരു 30-40 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 7 മാസത്തിന് മുമ്പങ്ങാണ്ടാണ്. അന്ന് വണ്ടി ആക്ച്വലി കുറച്ച് ചെസ്റ്റ് റൈഡിനൊന്നും അവിടെ വണ്ടി ഇല്ലായിരുന്നു. സോ കസ്റ്റമേഴ്സിൻ്റെ വണ്ടിയാണ് അവർ കൊടുത്തിരുന്നത്. എന്നോട് ചോദിക്കാതെ കൊടുത്തായിരുന്നു. 30 മുതൽ 40 കിലോമീറ്ററോളം ഇതിനകത്ത് ഓടിച്ചു. ഞാൻ പിന്നെ അത് വലിയ സീനാക്കിയില്ല. അത്ര കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ അധികമൊന്നും പറയാണ്ട് ഞാൻ ക്ഷമിച്ചു പോയി. കാരണം കുഴപ്പമില്ല, ഒരു തവണ ഇങ്ങനെ ചെയ്തു. പിന്നെ രണ്ടാമത്തെ സർവീസിൽ ഞാനാണെങ്കിൽ ട്രിപ്പ് റീസെറ്റ് ചെയ്യുന്ന അവർ കണ്ടായിരുന്നു. സോ ഇങ്ങനത്തെ ഇതൊന്നും രണ്ടാമത്തെ സർവീസിൽ എനിക്ക് അനുഭവപ്പെട്ടില്ല. കാരണം മിക്കവാറും ഞാൻ ഈ ട്രിപ്പ് റീസെറ്റ് ചെയ്യണ കണ്ട് അവർ മിക്കവാറും പെട്ടെന്ന് തന്നെ വണ്ടി സെക്കൻഡ് സർവീസിൽ എനിക്ക് തന്നായിരുന്നു. അത്
കാരണം ഓൾറെഡി അറിയാലോ, മനസ്സിലായി കാണും. ഞാനാണെങ്കിൽ ഈ ഫസ്റ്റ് സർവീസിന് ഇങ്ങനെ ഈ 40 കിലോമീറ്ററോളം ഓട്ടിച്ചേക്കണം എന്തെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഒരു രണ്ടാമത്തെ സർവീസിൽ പെട്ടെന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ സർവീസിൽ നടന്ന ഒരു ചെറിയൊരു കാര്യം കൂടെ ഉണ്ട്. എൻജിൻ ഓയിൽ എനിക്ക് ബില്ലിൽ അടിച്ചു തന്നേക്കുന്ന ഫുൾ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്തതിൻ്റെ പൈസയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഞാൻ ഈ സൈഡ് വഴി നോക്കിയപ്പോഴത്തേക്കും എൻജിനാണെങ്കിൽ പുതിയതൊന്നും ഒഴിച്ചിട്ടില്ല. ഓൾറെഡി എൻജിൻ നല്ല കറുത്തിരിപ്പുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ടോപ്പപ്പ് എന്തോ ചെയ്തെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ അന്നേരം ആദ്യത്തെ 3 സർവീസിൽ ഞാനാണെങ്കിൽ വണ്ടി ചെയിൻ ക്ലീൻ ചെയ്തിട്ടുണ്ടോയെന്നൊന്നും ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല. കാരണം സർവീസ് സെൻറ്ററിനെ കുറിച്ച് ആദ്യത്തെ 3 സർവീസ് ഞാൻ വിശ്വസിച്ച് കൊടുത്തായിരുന്നു. പിന്നീട് അങ്ങോട്ടാണ് എനിക്ക് വിശ്വാസം ഇല്ലാണ്ടായത്. ഒരു CB 150 ആണെന്ന് തോന്നുന്നു. എനിക്കത് 250 ആയിരിക്കും. ഒട്ടുമുക്കാൽ ആൾക്കാരും CBRൻ്റെ 250 ഓടിക്കുന്ന കാണുന്നുണ്ട്. പോപ്പുലർ വണ്ടിയല്ലേ. സെക്കൻഡ് സർവീസിൽ അതേ ആൾ പറഞ്ഞതുപോലെ എൻജിൻ ഓയിൽ അവർ ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. ടോപ്പപ്പ് ചെയ്തു എന്ന് കള്ളത്തരം പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് എന്തായാലും ചേഞ്ച് ചെയ്തിട്ടില്ല. മിക്കവാറും ടോപ്പപ്പ് ചെയ്തത് ഇല്ലെങ്കിൽ എന്നോട് കള്ളത്തരം പറഞ്ഞതായിരിക്കും. പൊതുവേ ഹീറോയിന് ഒരു ചീത്തപ്പേരുണ്ട്. ഇങ്ങനെ ഇത് കസ്റ്റമേഴ്സിൻ്റെ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കൊടുക്കുന്നതും പിന്നെ കുറച്ച് അങ്ങനെ നൂലമാലകളുടെ ഇതുണ്ട്. അത് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യയിൽ ഇപ്പം പുറം രാജ്യത്തു നിന്ന് വരുന്ന വണ്ടികളുടെ ആയാലും നമ്മൾ എടുത്താലും സർവീസ് ചെയ്യുന്ന ഇവിടെയാണ്. സോ നമ്മുടെ ഇന്ത്യൻ സർവീസ് സെൻറ്റർ അത്ര പോരാ. സോ നമുക്കത് വേറെ ഒന്നും ഇനി പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അനുഭവിച്ചേ പറ്റുള്ളൂ. സോ അതാണ് എനിക്കുണ്ടായ അടുത്തൊരു അനുഭവം. പിന്നെ തേർഡ് സർവീസിൽ വലിയ സീനില്ല. ഞാൻ അവിടെ തന്നെ നിന്ന് ഓരോന്നും ചെയ്ത് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഞാൻ അവിടെ തന്നെ ഇരുന്ന് സർവീസും ചെയ്ത് ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് എനിക്ക് സർവീസ് ചെയ്ത് തന്നു. അല്ലാതെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരു 3 മണിക്കൂർ ഇല്ല 12 മണിക്കൂർ ഒക്കെ വിളിക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ 4 സർവീസാണ് നമ്മൾ ഈ ഇടയ്ക്ക് കഴിഞ്ഞത്. ഒരു 3 ദിവസം കൊണ്ടാവുന്നതേ ഉള്ളൂ. ഒരു എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം സെറ്റാണ്. പിന്നെ എന്തൊക്കെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹോണിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് തേർഡ് സർവീസ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഹോണിൻ്റെ കംപ്ലയിൻ്റ് തുടങ്ങിയത്. എന്താണ് റീസൺ എന്ന് അവർക്കും അറിയത്തില്ല. അവർ ജസ്റ്റ് എന്തോ WD-40 അങ്ങോട്ട് അടിച്ചു തന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു 5-6 മണിക്കൂറൊക്കെ വണ്ടി ഓടിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ഹോണിൻ്റെ കംപ്ലയിൻറ്റ് തുടങ്ങുന്നത്. എസ്പെഷ്യലി നമ്മൾ ഈ ട്രാഫിക്കിലൂടെ ഏറ്റവും കൂടുതൽ പോകുമ്പോഴത്തേക്കും വണ്ടി ഹീറ്റ് ആവത്തില്ലേ. വണ്ടി ഹീറ്റ് ആവുന്ന ആ ഒരു സ്പെസിഫിക് ടൈമിലാണ് നമുക്ക് ഈ ഹോണിൻ്റെ ഇച്ചിരി നേരം അടിച്ചാന്നും കിട്ടത്തില്ല. സുലന്മാർ കരീഷ്മ സുലന്മാർ നൈസ്. സോ അതാണ് നമ്മുടെ ഹോണിൻ്റെ ഒരു കംപ്ലയിൻറ്റ്. അത് സർവീസിന് ശേഷമാണ് വന്നത്. അത് വീട്ടിലിരുന്നൊന്നും അങ്ങനെ വന്നതല്ല. തേർഡ് സർവീസ് കഴിഞ്ഞിട്ടാണ് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്ത് തുടങ്ങിയത്. അതേപോലെ തന്നെ ഇപ്പോൾ സർവീസിനൊക്കെ കൊടുക്കാൻ കുറച്ച് പേടിയായി വരികയാണ്. ആ 5th ഫ്രീ സർവീസ് കഴിഞ്ഞിട്ട് ഇനി സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണോ അതോ ഷോറൂമിൽ തന്നെ കൊടുക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്നും വളയല്ലേ അമ്മമ്മ. സോ ഇനി എനിക്ക് 5th സർവീസ് വരുന്ന ജൂലൈയിലാണ് 5th സർവീസ് വരുന്നത്. അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കും സർവീസ് സെൻറ്ററിൽ കൊടുക്കണോ അതോ സ്വന്തമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യണോ, അടുത്തുള്ള വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്ത് നമുക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്യണോ എന്നൊക്കെ നമ്മൾ ഈ അടുത്ത 5th സർവീസ് കഴിഞ്ഞിട്ടാണ് തീരുമാനിക്കുന്നത്. എന്തെങ്കിലും മെജോറിറ്റി ആയിട്ടുള്ള കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിൽ തന്നെ നമുക്ക് പോവേണ്ടി വരും. അത് വേറെ വിഷയമാണ്. സോ ഇതൊക്കെയാണ് ഇപ്പം നമുക്ക് ഇവിടെ സർവീസ് സെൻറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ആദ്യത്തെ 4 സർവീസിലും പിന്നെ വണ്ടി എടുക്കുന്ന മുമ്പേ ഉള്ള കംപ്ലയിൻറ്റും ഇതൊക്കെയാണ് നമുക്ക്
ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു ഇഷ്യൂ. സോ ഇതൊക്കെയാണ് നമുക്ക് സീന് പറയാനുള്ളത്. പിന്നെ വണ്ടി തലക്കേടില്ലാണ്ട് നല്ല സെറ്റായിട്ട് ഓടുന്നുണ്ട്. അവിടെ ഇരുന്ന് കുത്തിയെന്ന് മെനക്കെട്ടൊക്കെ ചെയ്താൽ നമുക്ക് വണ്ടി നന്നായിട്ട് ചെയ്ത് തരും. പക്ഷേ ആകെയുള്ളൊരു പ്രശ്നം വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. പിന്നെ ആകെയുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ ചില ടൈമിൽ അവർ നമ്മളെ ഇരിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഇരിക്കാതിരിക്കാൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഷോറൂം വിട്ടുപോകാം. കാരണം നമുക്ക് അഗ്രസീവായിട്ടും പിന്നെ നെഗറ്റീവായിട്ടൊക്കെയാണ് ഈ ഷോറൂമിൽ നിന്ന് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷോറൂമിൽ വിസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വേറെ ഏതെങ്കിലും ഷോറൂം ഓപ്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം നമ്മളാണ് പൈസ കൊടുക്കുന്നത്, നമ്മുടെ വണ്ടിയാണ്. നമുക്ക് ഉപയോഗത്തിന് ഒന്നും ചെയ്തരാണ്ട് ചുമ്മാ ഓരോ സർവീസ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ പ്രോബ്ലമാണ് വരുന്നതെങ്കിൽ നമുക്ക് വണ്ടി സർവീസ് സെൻ്ററിൽ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. സ്വന്തമായിട്ട് തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ ചെയിൻ ക്ലീൻ ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ ലൂബ് ചെയ്യുക, പരിപാടികളൊക്കെ നമുക്കറിയാവുന്ന ഇത് വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്യുക. അല്ലാതെ വേറെ വഴിയില്ല. കാരണം ഷോറൂമിൽ മിസ്ബിഹേവ് ചെയ്താൽ നമുക്ക് വേറൊരു വഴിയില്ല. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ 4 സർവീസും വണ്ടി എടുത്തതിൻ്റെ അനുഭവം. സോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. ഞാൻ ജെയിംസ് ട്രീറ്റിൽ നിന്ന് ഓക്കെ, ഇനി അടുത്ത വീഡിയോ കാണാം.